21:5-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാക്കളായ നിങ്ങളുടെ സ്നേഹം ഒരു ബാബയോടാണ്. ബാബ നിങ്ങളെ ആത്മാവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു, ശരീരത്തെ അല്ല. ചോദ്യം: ഏത് പുരുഷാർത്ഥത്തിലാണ് മായ വിഘ്നമിടുന്നത്? മായാജീതാകുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: നമ്മൾ ബാബയെ ഓർമ്മിച്ച് തൻ്റെ പാപങ്ങളെ ഭസ്മമാക്കട്ടെ എന്ന പുരുഷാർത്ഥം നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഓർമ്മയിൽ തന്നെയാണ് മായയുടെ വിഘ്നം വരുന്നത്. ഉസ്താദായ ബാബ നിങ്ങൾക്ക് മായാജീതാകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. നിങ്ങൾ ഉസ്താദിനെ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കൂ. എങ്കിൽ സന്തോഷവും ഉണ്ടായിരിക്കും, പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കും, നന്നായി സേവനവും ചെയ്യും, മായാജീതായി മാറുകയും ചെയ്യും. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു, അർത്ഥം മനസ്സിലാക്കി. ലോകത്തിൽ ആരും തന്നെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ സ്നേഹം പരംപിത പരമാത്മാവിനോടാണ്. ആത്മാവ് തൻ്റെ പിതാവായ പരംപിത പരമാത്മാവിനെ വിളിക്കുന്നു. സ്നേഹം ആത്മാവിനോടാണോ ശരീരത്തോടാണോ? ഇപ്പോൾ ബാബ പഠിപ്പിക്കുകയാണ്, സ്നേഹം ആത്മാവിനോടാണ് ഉണ്ടാക്കേണ്ടത്. ശരീരമാകട്ടെ നശിച്ചു പോകേണ്ടതുണ്ട്. സ്നേഹം ആത്മാവിലാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾക്ക് പിതാവായ പരമാത്മാവിനോടാണ് സ്നേഹം ഉണ്ടാകേണ്ടത്, ശരീരങ്ങളോടല്ല. ആത്മാവ് തന്നെയാണ് തൻ്റെ പിതാവിനെ വിളിക്കുന്നത്, പുണ്യാത്മാക്കളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പാപാത്മാവായിരുന്നു, ഇപ്പോൾ വീണ്ടും പുണ്യാത്മാവായിക്കൊണ്ടിരിക്കുന്നു. ബാബ നിങ്ങളെ യുക്തിയോടെ പുണ്യാത്മാവാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ പവിത്രവും പുണ്യാത്മാവും ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറഞ്ഞു തരുമ്പോഴാണ് കുട്ടികൾക്ക് അനുഭവമുണ്ടാകുന്നതും മനസ്സിലാകുന്നതും. യോഗബലത്തിലൂടെ നമ്മുടെ പാപം ഭസ്മമായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗംഗയിലും മറ്റുമൊന്നും പാപം കഴുകപ്പെടുന്നില്ല. മനുഷ്യർ ഗംഗാ സ്നാനം ചെയ്യുന്നു, ശരീരത്തിൽ മണ്ണ് പൂശുന്നു, എന്നാൽ അതിലൂടെ യാതൊരു പാപവും കഴുകപ്പെടുന്നില്ല. ആത്മാവിൻ്റെ പാപം നീങ്ങുന്നത് യോഗബലത്തിലൂടെയാണ്. കലർപ്പ് നീങ്ങുന്നു. നമ്മൾ ബാബയെ ഓർമ്മിക്കുമെങ്കിൽ നമ്മുടെ പാപം ഭസ്മമാകും എന്നത് കുട്ടികൾക്കറിയാം. നിശ്ചയവുമുണ്ട്. നിശ്ചയമുണ്ടെങ്കിൽ പിന്നെ പുരുഷാർത്ഥം ചെയ്യേണ്ടതാണല്ലോ. ഈ പുരുഷാർത്ഥത്തിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. റുസ്തമിനോട് മായയും നല്ല രീതിയിൽ റുസ്തം ആയി യുദ്ധം ചെയ്യുന്നു. അപക്വമായവരോട് എന്ത് യുദ്ധം ചെയ്യാനാണ്? കുട്ടികൾ എല്ലായ്പ്പോഴും ഈ ചിന്ത വയ്ക്കണം, നമുക്ക് മായാജീത്തും ജഗത് ജീത്തും ആകണം. മായാജീത് ജഗത് ജീത്ത് എന്നതിൻ്റെ അർത്ഥവും ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എങ്ങനെയാണ് മായയുടെ മേൽ ജയം നേടുന്നത്. മായയും സമർത്ഥമാണല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് ഉസ്താദിനെ ലഭിച്ചിരിക്കുകയാണ്. ആ ഉസ്താദിനെയും നമ്പർ വാറായി വിരളം പേരെ അറിയുന്നുള്ളൂ. ആര് അറിയുന്നുവോ അവർക്ക് സന്തോഷവും ഉണ്ടായിരിക്കും. പുരുഷാർത്ഥവും സ്വയം ചെയ്യുന്നു, സേവനവും നന്നായി ചെയ്യുന്നു. അമർനാഥിലേക്ക് വളരെ പേർ പോകുന്നു. ഇപ്പോൾ എല്ലാ മനുഷ്യരും പറയുന്നു, വിശ്വത്തിൽ എങ്ങനെ ശാന്തി ഉണ്ടാകും? ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നു, സത്യയുഗത്തിൽ എങ്ങനെയാണ് സുഖവും ശാന്തിയും ഉണ്ടായിരുന്നത്. മുഴുവൻ വിശ്വത്തിലും ശാന്തി ഉണ്ടായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല.
സത്യയുഗമായിരുന്നിട്ട് ഇന്നേക്ക് 5000 വർഷമായി. പിന്നെ സൃഷ്ടിക്ക് ചക്രത്തിന് തീർച്ചയായും കറങ്ങേണ്ടതുണ്ട്. ചിത്രങ്ങളിലൂടെ നിങ്ങൾ തികച്ചും സ്പഷ്ടമായി പറഞ്ഞു കൊടുക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ദിനം പ്രതിദിനം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുട്ടികൾ ചിത്രങ്ങളിൽ തിഥിയും തീയതിയും എഴുതുവാൻ മറന്നു പോകുന്നു. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിൽ തിഥിയും തീയതിയും തീർച്ചയായും ഉണ്ടായിരിക്കണം. നമ്മൾ സ്വർഗവാസിയായിരുന്നു, ഇപ്പോൾ വീണ്ടും ആകേണ്ടതുണ്ട് എന്നത് കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. എത്രത്തോളം ആര് പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും പദവി നേടുന്നു. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ അതോറിറ്റി ആയിരിക്കുന്നു. ഭക്തി ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തി ഉണ്ടായിരിക്കില്ല. പിന്നീട് പകുതി കൽപ്പം ഭക്തി നടക്കുന്നു. ഇതും ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യം ആരംഭിക്കുന്നു. മുഴുവൻ കളിയും ഭാരതവാസികളായ നിങ്ങളുടേതാണ്. 84ന്റെ ചക്രവും ഭാരതത്തിൽ തന്നെയാണ്. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ഇതും മുമ്പ് അറിയുമായിരുന്നില്ല. ലക്ഷ്മി നാരായണന്മാരെ ഗോഡ് ഗോഡസ് എന്ന് പറയുന്നുവല്ലോ. എത്ര ഉയർന്ന പദവിയാണ്! പഠനം എത്ര സഹജമാണ്! ഈ 84ന്റെ ചക്രം പൂർത്തിയാക്കി പിന്നെ നമ്മൾ തിരികെ പോകുന്നു. 84ന്റെ ചക്രം എന്ന് പറയുമ്പോൾ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം എല്ലാം ഓർമ്മയുണ്ട്. മുമ്പ് അറിയുമായിരുന്നില്ല സൂക്ഷ്മവതനം എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് മൂവിയിൽ സംസാരിക്കുന്നത് എന്ന്. മൂവി ബയോസ്കോപ്പ് ഇറങ്ങിയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാണ്. സൈലൻസ്, മൂവി, ടോക്കി. നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട് ലക്ഷ്മി നാരായണന്റെ രാജ്യം മുതൽ ഇപ്പോൾ വരെ മുഴുവൻ ചക്രവും ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും ഈ ചിന്തയുണ്ടായിരിക്കണം, നമുക്ക് പാവനമാകണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും ഈ പഴയ ലോകത്തോടുള്ള മമത്വം മാറ്റൂ. കുട്ടികളെയും മറ്റും സംരക്ഷിച്ചുകൊള്ളൂ. എന്നാൽ ബുദ്ധി ബാബയുടെ നേർക്കായിരിക്കണം. കൈകൾ കൊണ്ട് കാര്യം ചെയ്യുമ്പോഴും ബുദ്ധി ബാബയുടെ നേർക്കായിരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. കുട്ടികളെ കഴിപ്പിക്കൂ, കുടിപ്പിക്കൂ, സ്നാനം ചെയ്യിക്കൂ. ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. കാരണം അറിയാം, ആത്മാവിൽ പാപങ്ങളുടെ ഭാരം വളരെയധികമുണ്ട്. അതിനാൽ ബുദ്ധി ബാബയുടെ നേർക്ക് യോജിച്ചിരിക്കട്ടെ. ആ പ്രിയതമനെ വളരെയധികം ഓർമ്മിക്കണം. പ്രിയതമനായ ബാബ ആത്മാക്കളായ നിങ്ങളോടെല്ലാം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ പാർട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് 5000 വർഷങ്ങൾക്ക് ശേഷം നടക്കും. ബാബ എത്ര സഹജയുക്തികൾ പറഞ്ഞു തരുന്നു. യാതൊരു പ്രയാസവുമില്ല. ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ, നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നില്ല, നമുക്ക് വളരെ പ്രയാസമായി തോന്നുന്നു, ഓർമ്മയുടെ യാത്ര വളരെ പ്രയാസമാണ് എന്ന്. നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലേ? ബാബയെ മറക്കുവാൻ പാടില്ല. ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കണം. അപ്പോൾ വികർമ്മം വിനാശമാകും. നിങ്ങൾ എവർ ഹെൽത്തിയുമാകും. ഇല്ലെങ്കിൽ ആവുകയില്ല. നിങ്ങൾക്ക് വളരെ നല്ല ഒറ്റമൂലിയായ നിർദ്ദേശം ലഭിക്കുന്നു. ഒറ്റമൂലിയായ ഔഷധങ്ങളുണ്ടല്ലോ. ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഈ യോഗബലത്തിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് ഒരിക്കലും രോഗിയാകില്ല. ബാബയെ ഓർമ്മിക്കുക മാത്രം ചെയ്യൂ. എത്ര സഹജമായ യുക്തിയാണ്. ഭക്തി മാർഗത്തിലും അറിയാതെ ഓർമ്മിച്ചിരുന്നു. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ, നമ്മൾ കഴിഞ്ഞ കൽപ്പത്തിലും അങ്ങയുടെ അടുക്കൽ വന്നിരുന്നു, പുരുഷാർത്ഥം ചെയ്തിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഉറച്ച നിശ്ചയമുണ്ടായിരിക്കുന്നു.
നമ്മൾ തന്നെ രാജ്യം ഭരിച്ചിരുന്നു, പിന്നെ നമ്മൾ പാഴാക്കി. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്നും രാജ്യഭാഗ്യം നേടേണ്ടതുണ്ട്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, രാജധാനിയും ഓർമ്മിക്കൂ. മന്മനാഭവ, അന്തമതി സോഗതി ഉണ്ടാകും. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. തിരികെ പോകും. ബാബ വന്നിരിക്കുകയാണ് എല്ലാവരെയും കൊണ്ടുപോകാൻ. ഏതുപോലെ വരൻ വധുവിനെ കൊണ്ടുപോകാനായി വരുന്നു. വധുക്കൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. നമ്മൾ തൻ്റെ പതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാം ഒരു രാമൻ്റെ സീതമാരാണ്. രാമനാണ് നിങ്ങളെ രാവണൻ്റെ ജയിലിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ലിബറേറ്റർ ഒന്ന് തന്നെയാണ്. രാവണ രാജ്യത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ഇത് രാവണ രാജ്യമാണ് എന്ന് പറയുന്നുമുണ്ട്, പക്ഷേ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വളരെ നല്ല നല്ല പോയിന്റ്സ് നൽകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇങ്ങനെ എഴുതൂ: വിശ്വത്തിൽ ശാന്തി. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ബാബ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. വിഷ്ണുവിൻ്റെ രാജ്യമായിരുന്നപ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നുവല്ലോ. വിഷ്ണു തന്നെയാണ് ലക്ഷ്മി നാരായണനായിരുന്നത്. ഇതും ആരും മനസ്സിലാക്കുന്നില്ല. വിഷ്ണുവും ലക്ഷ്മി നാരായണനും രാധാകൃഷ്ണനും വേറെ വേറെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സ്വദർശന ചക്രധാരിയും നിങ്ങളാണ്. ശിവ് ബാബ വന്ന് സൃഷ്ടി ചക്രത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. ആ ഒന്നിലൂടെ ഇപ്പോൾ നമ്മളും മാസ്റ്റർ ജ്ഞാനസാഗരമായിരിക്കുന്നു. നിങ്ങൾ ജ്ഞാന നദികളാണല്ലോ. ഇത് കുട്ടികളുടെ തന്നെ നാമമാണ്. ഭക്തി മാർഗത്തിൽ മനുഷ്യർ എത്ര സ്നാനം ചെയ്യുന്നു, എത്ര അലഞ്ഞു തിരിയുന്നു. വളരെയധികം ദാന പുണ്യവും മറ്റും ചെയ്യുന്നു. ധനികരാകട്ടെ വളരെയധികം ദാനം ചെയ്യുന്നു. സ്വർണവും ദാനം ചെയ്യുന്നു. നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എത്ര അലഞ്ഞു തിരിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഹഠയോഗികളല്ല, നമ്മൾ രാജയോഗിയാണ്. പവിത്ര ഗൃഹസ്ഥാശ്രമത്തിലേതായിരുന്നു, പിന്നെ രാവണ രാജ്യത്തിൽ അപവിത്രമായിരിക്കുകയാണ്. ഡ്രാമയനുസരിച്ച് ബാബ വീണ്ടും ഗൃഹസ്ഥധർമ്മം ഉണ്ടാക്കുകയാണ്. അത് മറ്റാർക്കും ഉണ്ടാക്കുവാൻ സാധിക്കില്ല. മനുഷ്യർ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും പവിത്രമാവുകയാണെങ്കിൽ ലോകം എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾ പറയും, ഇത്രയും സന്യാസിമാരെല്ലാം പവിത്രമായി കഴിയുന്നുണ്ട്, പിന്നെ ലോകം നിന്നുപോയോ? സൃഷ്ടി ഇത്രയും വർദ്ധിച്ചു കഴിഞ്ഞു, കഴിക്കുവാൻ ധാന്യം പോലുമില്ല. സൃഷ്ടി ഇനി എന്ത് വർദ്ധിക്കുവാനാണ്? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മുടെ മുന്നിൽ ഹാജരാണ്, കാണുന്നവനാണ്. എന്നാൽ ബാബയെ ഈ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കില്ല, ബുദ്ധിയിലൂടെ അറിയുന്നു. ബാബ നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ഹാജരാണ്, കാണുന്നവനാണ്. ആരാണോ വിശ്വശാന്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, വിശ്വത്തിൽ ശാന്തി ബാബ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി തന്നെയാണ് പഴയ ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നത്. 5000 വർഷം മുമ്പും വിനാശം സംഭവിച്ചിരുന്നു. ഇപ്പോഴും ഈ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ വിശ്വത്തിൽ ശാന്തി ഉണ്ടാകും. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണ് ഈ കാര്യങ്ങളുള്ളത്. ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല. ഈ കാര്യങ്ങൾ ബുദ്ധിയിലുള്ള ആരും തന്നെയില്ല. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ മുഴുവൻ വിശ്വത്തിലും ശാന്തി ഉണ്ടായിരുന്നു. ഒരു ഭാരതഖണ്ഡമല്ലാതെ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മറ്റു ഖണ്ഡങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ എത്ര ഖണ്ഡങ്ങളുണ്ട്? ഇപ്പോൾ ഈ കളിയുടെയും അന്തിമമാണ്. ഭഗവാൻ തീർച്ചയായും ഉണ്ടാകും എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ഭഗവാൻ ആരാണ്? ഏത് രൂപത്തിലാണ് വരുന്നത്? ഇത് അറിയുന്നില്ല. കൃഷ്ണനാവുക സാധ്യമല്ല. ഏതെങ്കിലും പ്രേരണയിലൂടെയോ ശക്തിയിലൂടെയോ കാര്യങ്ങൾ
ചെയ്യിക്കുകയും സാധ്യമല്ല. ബാബയാകട്ടെ മോസ്റ്റ് ബിലവഡാണ്. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാബ തന്നെയാണ് സ്വർഗം സ്ഥാപിക്കുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായും പഴയ ലോകത്തിൻ്റെ വിനാശവും ബാബ ചെയ്യിക്കും. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ ഈ ലക്ഷ്മി നാരായണന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്വയം പുരുഷാർത്ഥത്തിലൂടെ ഇതായിക്കൊണ്ടിരിക്കുന്നു. ലഹരി ഉണ്ടായിരിക്കണമല്ലോ. ഭാരതത്തിലാണ് രാജ്യം ഭരിച്ചിരുന്നത്. ശിവബാബ രാജ്യം നൽകിയ ശേഷം പോയിരുന്നു. ശിവബാബ രാജ്യം ഭരിച്ച ശേഷം പോയിരുന്നു എന്ന് പറയില്ല. അങ്ങനെയല്ല. ഭാരതത്തിന് രാജ്യം നൽകിയ ശേഷം പോയി. ലക്ഷ്മി നാരായണന്മാരാണല്ലോ രാജ്യം ഭരിച്ചിരുന്നത്. വീണ്ടും ബാബ രാജ്യം നൽകുവാനായി വന്നിരിക്കുകയാണ്. പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, ചക്രത്തെയും ഓർമ്മിക്കൂ. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. പുരുഷാർത്ഥം ചെയ്യുന്നത് കുറവാണെങ്കിൽ മനസ്സിലാക്കൂ, ഇന്നയാൾ ഭക്തിയും കുറവാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഭക്തി ചെയ്യുന്നവർ പുരുഷാർത്ഥവും കൂടുതൽ ചെയ്യും. എത്ര സ്പഷ്ടമായി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ബുദ്ധിയിൽ ഇരിക്കണം. നിങ്ങളുടെ ജോലിയാണ് പുരുഷാർത്ഥം ചെയ്യിക്കുക എന്നത്. ഭക്തി കുറച്ചാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ യോഗം ഉണ്ടാവുകയില്ല. ശിവബാബയുടെ ഓർമ്മ ബുദ്ധിയിൽ നിലനിൽക്കുകയില്ല. ഒരിക്കലും പുരുഷാർത്ഥത്തിൽ തണുത്തു പോകരുത്. മായയെ ഗുസ്തിക്കാരനായി കണ്ട് ഹാർട്ട് ഫെയിൽ ആകരുത്. മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരും. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ശരീരം ഇല്ലാതാകും. ആത്മാവ് പുറത്തു പോയി. ശരീരം മണ്ണായി. അത് വീണ്ടും ലഭിക്കുവാൻ പോകുന്നില്ല. പിന്നെ അവരെ ഓർമ്മിച്ച് കരയുകയും മറ്റും ചെയ്യുന്നതിലൂടെ എന്ത് നേട്ടമാണുള്ളത്? അതേ വസ്തു വീണ്ടും ലഭിക്കുമോ? ആത്മാവ് പോയി മറ്റൊരു ശരീരം എടുത്തു. ഇപ്പോൾ നിങ്ങൾ എത്ര ഉയർന്ന സമ്പാദ്യം നടത്തുകയാണ്. നിങ്ങൾക്ക് തന്നെയാണ് ശേഖരണം ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടേതെല്ലാം ഇല്ലാതെയാകും. ബാബ നിഷ്കളങ്കനായ വ്യാപാരിയാണ്. അതിനാലാണ് നിങ്ങൾക്ക് ഒരു പിടി അരിക്ക് പകരം 21 ജന്മത്തേക്ക് കൊട്ടാരം നൽകുന്നത്. എത്ര പലിശയാണ് തരുന്നത്? നിങ്ങൾക്ക് എത്ര വേണമോ ഭാവിയിലേക്ക് വേണ്ടി ശേഖരിച്ചുകൊള്ളൂ. അന്തിമത്തിൽ വന്ന് നിക്ഷേപിക്കൂ എന്ന് പറയുക ഇങ്ങനെയാകരുത്. ആ സമയത്ത് വാങ്ങിയിട്ട് എന്തു ചെയ്യുവാനാണ്? ഉപയോഗപ്പെടാതിരിക്കുകയും നിറയെ പലിശ കൊടുക്കേണ്ടി വരികയും ചെയ്യുവാനായി. മൂഢനായ വ്യാപാരിയൊന്നുമല്ല. അങ്ങനെയുള്ളവരുടേത് സ്വീകരിക്കുകയില്ല. നിങ്ങൾക്ക് ഒരു പിടി അരിക്ക് പകരം 21 ജന്മത്തേക്ക് കൊട്ടാരം ലഭിക്കുന്നു. എത്ര പലിശയാണ് ലഭിക്കുന്നത്? ബാബ പറയുന്നു, നമ്പർ 1 നിഷ്കളങ്കൻ ഞാനാണ്. നോക്കൂ, നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നൽകുന്നു. നിങ്ങൾ എൻ്റേതായി മാറി സേവനം ചെയ്യൂ. ഭോലാനാഥനാണ്. അതിനാലാണ് ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനമാർഗത്തിലാണ്. ഇപ്പോൾ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കൂ. ചക്രവർത്തി പദവി നേടൂ. ബാബ നമ്മൾ രാജപദവി നേടുവാനായി വന്നിരിക്കുകയാണ്, അതും സൂര്യവംശത്തിൽ എന്ന് പറയുകയും ചെയ്യുന്നു. നല്ലത്. നിങ്ങളുടെ വായി മധുരിതമാകട്ടെ. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ചക്രവർത്തി പദവി നേടണം. ഒരു പിടി അരി നൽകി 21 ജന്മത്തേക്ക് കൊട്ടാരം നേടിയെടുക്കണം. ഭാവിയിലേക്ക് വേണ്ടി സമ്പാദ്യം ശേഖരിക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ
ഈ പഴയ ലോകത്തോടുള്ള മമത്വം മാറ്റി പൂർണ്ണമായും പാവനമാകണം. എല്ലാം ചെയ്യുമ്പോഴും ബുദ്ധി ബാബയുടെ നേർക്ക് യോജിച്ചിരിക്കണം. വരദാനം: മനസ്സ ശുഭഭാവനയിലൂടെ പരസ്പരം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. അഥവാ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ പരവശമായി മനസ്സിലാക്കി ദയയുടെ ദൃഷ്ടിയിലൂടെ പരിവർത്തനപ്പെടുത്തൂ. ഡിസ്കസ് ചെയ്യാതിരിക്കൂ. അഥവാ ആരെങ്കിലും കല്ല് കാരണം നിന്നു പോവുകയാണെങ്കിൽ താങ്കളുടെ ജോലിയാണ് മറികടന്നു പോവുക, അല്ലെങ്കിൽ അവരെയും കൂട്ടുകാരാക്കി അക്കരെ കൊണ്ടുപോവുക എന്നത്. ഇതിനുവേണ്ടി ഓരോരുത്തരുടെയും വിശേഷതയെ നോക്കൂ. കുറവുകളെ ഉപേക്ഷിച്ചുകൊണ്ടേ പോകൂ. ഇപ്പോൾ ആർക്കെങ്കിലും വാക്കുകൾ കൊണ്ട് മുന്നറിയിപ്പ് നൽകേണ്ട സമയമല്ല. എന്നാൽ മനസ്സ ശുഭഭാവനയിലൂടെ പരസ്പരം സഹയോഗിയായി മുന്നോട്ടു പോകൂ, കൊണ്ടുപോവുകയും ചെയ്യൂ. അപ്പോൾ വിശ്വമംഗളകാരി എന്ന് പറയും. സ്ലോഗൻ: ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് ബന്ധിക്കൂ, അപ്പോൾ സീറ്റിൽ നിന്നും അപ്സെറ്റ് ആകില്ല. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. പ്രത്യക്ഷതയുടെ സൂര്യോദയം ഉണ്ടാകുന്നത് പവിത്രതയുടെ ദീപനാളം 4 ഭാഗത്തും ജ്വലിക്കുമ്പോഴാണ്. ഏതുപോലെ അവർ ദീപനാളവും കൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നു, അതേപോലെ പവിത്രതയുടെ ദീപനാളങ്ങൾ 4 ഭാഗത്തും പ്രകാശിപ്പിക്കൂ. അപ്പോൾ എല്ലാവർക്കും ബാബയെ കാണുവാൻ സാധിക്കും, തിരിച്ചറിയുവാൻ സാധിക്കും. എത്രത്തോളം അചഞ്ചലമായ പവിത്രതയുടെ ദീപനാളം ആയിരിക്കുമോ അത്രയും സഹജമായി എല്ലാവർക്കും ബാബയെ തിരിച്ചറിയുവാൻ സാധിക്കും. പവിത്രതയുടെ ജയ് ജയ് ഘോഷം ഉണ്ടാകും. ഓം ശാന്തി. മെഡിറ്റേഷൻ. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ദിവ്യ ആത്മനക്ഷത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആത്മാഭിമാനി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവപരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്നും പ്രഭാവങ്ങളിൽ നിന്നും നിർലിപ്തമായിരിക്കുന്ന ഈ ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഹജമായി പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി മാറുവാൻ എനിക്ക് സാധിക്കുന്നു. സർവമംഗളകാരിയും സർവശക്തിവാനുമായ പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് ലീനമാകുന്നു. ഈ ശ്രേഷ്ഠമായ അവസ്ഥയിൽ പവിത്രതയുടെ റോയൽറ്റി എന്നിൽ നിറയുന്നു. സർവശക്തിവാനുമായുള്ള ഈ ശ്രേഷ്ഠ സംഘം എന്നെ സഫലതാ സ്വരൂപമാക്കി മാറ്റുന്നു. സദ്ഗുരുവായ ബാബ നൽകിയ മഹാമന്ത്രത്തിൻ്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുമ്പോൾ ഈശ്വരീയ വരദാനങ്ങളുടെ സഹജ പ്രാപ്തി എനിക്ക് ഉണ്ടാകുന്നു.
വിശ്വമംഗളകാരിയായ ശിവബാബയുമായി കമ്പൈൻഡായിരുന്ന് വിശ്വത്തിലെ ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ശാന്തിയുടെയും ശക്തിയുടെയും ആനന്ദത്തിൻ്റെയും ഈശ്വരീയ പ്രാപ്തികൾ ദാനം ചെയ്യുന്നു.